തരം സമാധാനമുണ്ടല്ലോ എന്ത് സംഭവിച്ചു അല്ലെങ്കിൽ അർജുൻ ഇനി ഇല്ല എന്ന് കുടുംബം ഏതാണ്ട് ഉറപ്പിച്ചതാണ്. അപ്പോൾ പോലും ഒരു ശേഷിപ്പെങ്കിലും കിട്ടുക എന്ന് ആ കുടുംബം ആഗ്രഹിച്ചിരുന്നു. ശേഷിപ്പല്ല, ഇതിപ്പോൾ ഏതാണ്ട് ഒരു പൂർണ്ണമായ രീതിയിൽ തന്നെ കണ്ടെത്താൻ സാധിച്ചു. സാർ, എൻ്റെ ഒരു സംശയം, അതായത് ഇപ്പോൾ ഈ ലോറി ഈ നിലയിൽ കണ്ടെത്തുമ്പോൾ സാറിൻ്റെ ഒരു അനുമാനം എന്താണ്? ഇത് എന്തായിരിക്കാം സംഭവിച്ചത്? അതായത് ഈ മണ്ണ് ഇടിയുന്നു, ആ നിമിഷം തന്നെ ലോറി തെന്നി മാറുന്നു. അങ്ങനെ സാറിൻ്റെ ഒരു അനുമാനം, ഇതെങ്ങനെയാണ് സാർ ഒരു മനസ്സിൽ പിക്ചറൈസ് ചെയ്യുന്നത് ഈ ദുരന്തത്തെ? അതിന് സാധിക്കുമോ സാറിന്? കറക്റ്റ്. ഞാൻ അപ്പോൾ ചെയ്ത അനുമാനത്തിനെ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുക. ഐ തിങ്ക് ഇറ്റ് ഈസ് പോസിബിളി വെരി ക്ലോസ് ടു നമ്മൾ എന്താ അനുമാനം ചെയ്ത. അപ്പോൾ ആ ട്രക്ക് അവിടെ നിൽക്കുമായിരുന്നു. പറഞ്ഞ പോലെ മേ ബി അർജുനൻ ഹാഡ് കം ഔട്ട് സൈഡ്, വെളിയിൽ വന്നിട്ട് ഹി ഹാഡ് ഹിസ് ഡിന്നർ എക്സെട്ര, പിന്നെ വീണ്ടും അകത്ത് പോയിട്ടുണ്ട്. And I think they were all sleeping or relaxing inside the truck in the respective areas or inside the truck only. അപ്പോഴാണ് സഡൻലി ഈ ലാൻഡ് സ്ലൈഡ് വന്നത്. ആരും അറിഞ്ഞിട്ടില്ല. ഈ ലാൻഡ് സ്ലൈഡിന്റെ സ്പീഡും അതിന്റെ കപ്പാസിറ്റിയും അതിന്റെ വോള്യൂമും വാസ് സോ ഹ്യൂജ് ദാറ്റ് ഐ ഡോണ്ട് തിങ്ക് എനിബഡി ഗോട്ട് എ ചാൻസ് ടു ഗെറ്റ് എനി വാർണിംഗ്. അപ്പോഴാണ് ഈ ട്രക്കിനെ ആ ഫുൾ മണ്ണും കല്ലും, ഇറ്റ്സ് കോൾഡ് ഡെല്യൂജ്, ഇംഗ്ലീഷിൽ ഡെല്യൂജ് എന്ന് പറയും, അത് വന്നിട്ട് ഇതിനെ തള്ളിയിട്ട് വെള്ളത്തിൽ കൊണ്ടുപോയി കാണും. ഇനീഷ്യലി ആ ട്രക്ക് ഇതിന്റെ പുഷില് മേലെ ഉണ്ടായിരിക്കും. പിന്നെ വെള്ളത്തിൽ വീണപ്പോ വാട്ട് വുഡ് ഹാവ് ഹാപ്പൻഡ് ഈസ് ബിക്കോസ് ഓഫ് ദ ഇമ്പാക്ട് ട്രക്കിന് കുറെ ഡാമേജ് ആയിട്ടുണ്ട്. പിന്നെ ലോഗ്സ് അതിനെ സെപ്പറേറ്റ് ആയിട്ടുണ്ട്. ദാറ്റ് ഈസ് വാട്ട് വി ഹാഡ് ഫൗണ്ട് ഔട്ട് ഓൾസോ. ലോഗ് സെപ്പറേറ്റ് ആയിരുന്നു, പിന്നെയാണ് അറിഞ്ഞത് 2 ദിവസം കഴിഞ്ഞിട്ട്. ഈ ലോഗ് സെപ്പറേറ്റ് ആയ കാരണമാണ് ട്രക്ക് മുങ്ങിയത്. അപ്പോൾ ഈ ട്രക്ക് മുങ്ങുമ്പോൾ അതിന്റെ മേലെ ഈ ഒരുപാട് മണ്ണ് വന്ന് വീണിട്ടുണ്ട്. ട്രക്ക് അങ്ങനെ മുങ്ങി താഴെ പോയി. ക്യാബിന് കുറച്ചൊരു ബോയ്സ് ഉണ്ട്, പക്ഷെ ദാറ്റ് ബോൺസ് ഇസ് നോട്ട് എനഫ്. ട്രക്കിന്റെ വെയിറ്റ് ഈസ് ഓൾമോസ്റ്റ് 16 tons ഇസ് വാട്ട് ഐ ആം ടോൾഡ്. അപ്പോൾ ലോഗ്സ് പോയി കഴിഞ്ഞാൽ അതിന്റെ ബോയിൻസ് ഒരുപാട് കുറഞ്ഞു. ആൻഡ് ദാറ്റ്സ് ഹൗ ദ ട്രക്ക് വെന്റ് ഇൻസൈഡ് ഇൻ ദാറ്റ് സ്പോട്ട്. അതിന്റെ മേലെ ഈ കുറെ മണ്ണും വന്നിട്ട് കയറിയിട്ടുണ്ട്. പക്ഷെ ആ മണ്ണ് കുറച്ചായിട്ട് ബിക്കോസ് ഓഫ് ദി ഫ്ലോ കുറെ കഴിഞ്ഞിട്ട് മണ്ണ് മാറിയിട്ട് ഈ താഴെ പോയിട്ട് കിടക്കുമായിരുന്നു ട്രക്ക്. ദാറ്റ് ഈസ് ദി എൻറ്റയർ സീക്വൻസ് ഓഫ് ഇവന്റ്. ആൻഡ് വാട്ട് മസ്റ്റ് ഹാവ് ഹാപ്പൻഡ് ഈസ് അറ്റ് ദാറ്റ് പോയിന്റ് ഇൻ ടൈം ഐ തിങ്ക് ദി ക്യാബിൻ ഓൾസോ ഗോട്ട് ഡാമേജ്ഡ്. കുറച്ച് അതിന്റെ മിറർ അതിന്റെ വിൻഡ്ഷീൽഡ് ഡാമേജ് ആയിട്ടുണ്ട്. മോസ്റ്റ്ലി ദാറ്റ് കുഡ് ഹാവ് ഹാപ്പൻഡ്. പക്ഷേ ഇറ്റ് വാസ് നോട്ട് എനഫ് ഡാമേജ് ഫോർ അർജുനൻ ടു പോസിബിലി കം ഔട്ട് സൈഡ്. ദാറ്റ് ഈസ് ഹൗ ഹി വാസ് ഇൻസൈഡ് ഓൺലി. ഇസ് വാട്ട് അവർ ഇമാജിനേഷൻ ഈസ്. ദാറ്റ് ഈസ് ഹൗ നമുക്ക് ഫൈനലി ഈ ട്രക്ക് ഈ ഷേപ്പിൽ കിട്ടിയത്. ശരി സാർ, ഇത് ഞാൻ ചോദിക്കുന്നത് മറ്റൊന്നും കൊണ്ടല്ല. ഇത് ഒരുപക്ഷെ അർജുൻ്റെ കുടുംബം മാത്രമല്ല, ഞങ്ങളുടെ പ്രേക്ഷകർ പോലും, ഞങ്ങളുടെ പുതുവേദി പോലെയുള്ള പ്രോഗ്രാമിൽ നിരവധിയായ പ്രേക്ഷകർ ഒരു ഘട്ടത്തിലൊക്കെ അർജുനെ ഇന്ന് കണ്ടെത്തിയെങ്കിൽ നാളെ കണ്ടെത്തിയെങ്കിൽ ഒരു ജീവനാണ് ആ ക്യാബിനിൽ ഉണ്ടായിരുന്നത്, അങ്ങനെയൊക്കെയുള്ള പ്രതികരണങ്ങൾ നടത്തിയിരുന്നു. അവർക്ക് കൂടി ആശ്വസിക്കാൻ അല്ലെങ്കിൽ സമാധാനിക്കാൻ വേണ്ടിയാണ് ഇത് ചോദിക്കുന്നത്. അതായത് ഈ അപകടം നടന്ന് എത്ര പെട്ടെന്ന് നമ്മൾ ഈ ട്രക്ക് കണ്ടെത്തിയിരുന്നുവെങ്കിലും അല്ലെങ്കിൽ അർജുനെ കണ്ടെത്തിയിരുന്നുവെങ്കിലും ജീവനോടെ അർജുനെ ലഭിക്കുക എന്നത് അസാധ്യമായിരുന്നില്ലേ? അങ്ങനെയല്ലേ നമുക്കിപ്പോൾ മനസ്സിലാക്കേണ്ടി വരുന്നത്? അതിൽ 2 ആൻസർ ഉണ്ട്. ഒന്ന്, ട്രക്കിന്റെ വിൻഡ്ഷീൽഡ് ഡാമേജ് ആയിരുന്നോ ഇല്ലയോ. സെക്കൻഡ്ലി, ട്രക്കിന്റെ ക്യാബിൻ ഇൻടാക്ട് ആയിരുന്നോ ഇല്ലയോ. ഈ 2 പോസിബിലിറ്റീസ് ഉണ്ടായിരുന്നു. ഈ ട്രക്കിന്റെ വിൻഡ്ഷീൽഡ് ഡാമേജ് ആയതാണെങ്കിൽ വെള്ളം ഇമ്മീഡിയറ്റ്ലി അകത്ത് കയറി കാണും. വെള്ളം അകത്ത് കയറി കഴിഞ്ഞാൽ അവിടുന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. ദെൻ therefore the situation will be very different. പക്ഷേ ഫുൾ ഡാമേജ് ആണെങ്കിൽ ഹി കുഡ് ഹാവ് സ്വാം ഔട്ട് സൈഡ്. അതും കുറച്ച് ബുദ്ധിമുട്ടായതാണ്. കാരണം ഒരുപാട് മണ്ണ് വീണ്ടുകൊണ്ടിരുന്ന് കാണും. അത് ബിക്കോസ് ഓഫ് വിച്ച് ഓൾസോ ഫോർ ഹിം ടു സ്വിം ഔട്ട് സൈഡ് വുഡ് ഹാവ് ബീൻ ഡിഫിക്കൽട്ട്. പിന്നെ ലെറ്റ് us assume സെക്കൻഡ് സിറ്റുവേഷൻ വേർ അതില് ക്യാബിൻ ഡാമേജ് ആയിട്ടില്ല. അങ്ങനെ നമ്മൾ ആ സിറ്റുവേഷൻ എടുക്കുകയാണെങ്കിൽ ആ ക്യാബിനിൽ 13,000 cubic feet വരെ എയർ നിൽക്കും. അതിന്റെ ഓക്സിജൻ കണ്ടന്റ് നോക്കുമ്പോൾ 5 days വരെ ഓക്സിജൻ വിൽ ലാസ്റ്റ് ഫോർ എനി പേഴ്സൺ ഈവൻ ഇഫ് യു ആർ ഡൂയിങ് ബ്രീതിങ് നോർമലി. ഇപ്പോൾ മാക്സിമം വിതിൻ 5 days നമ്മൾ ഇതിനെ പുറത്തെടുത്തതാണെങ്കിൽ possibly we can say a remote possibility that we may have rescued him under these circumstances. അല്ലെങ്കിൽ maximum 1-2 days എടുത്തതാണെങ്കിൽ we could have found him in a much better condition. പക്ഷേ അതായത് ഇപ്പോൾ ഈ ലോറി ഇപ്പോൾ കണ്ടെത്തുമ്പോൾ ഉണ്ടാകുന്ന ഒരു കേടുപാടുകൾ, അതായത് അതിൻ്റെ ക്യാബിൻ പൂർണ്ണമായും തകർന്ന നിലയിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതേസമയം